ഇന്നത്തെ കിളിക്കുള്ളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുനിതയുടെ വീടാണെങ്കിൽ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിലും ആരീഷാണെങ്കിലും അതിലേക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന നമ്മളെ ധനശേഖരനാണെങ്കിൽ അവിടെ നിൽക്കുന്ന പന്തൽ പണിക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഈ നാട്ടിൽ ഇനി ഇങ്ങനൊരു കല്യാണം നടക്കരുത്, ആ രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ധനശേഖരൻ്റെ മോളെ കെട്ടിയതൊരു ചൊക്കിളിയല്ല എന്നൊക്കെ ആൾക്കാർ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ വെന്നി പറയുന്നുണ്ട്, അത് പറയും ധനശേഖരേട്ട, കാര്യം ധനശേഖരേട്ട ആ രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ അല്ലേ ഇറക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് കേൾക്കുകയാണ് നമ്മളെ ധനശേഖരൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സുഭാഷിനെ നോക്കി നമ്മൾ സുനന്ദയാണെങ്കിലും നല്ല സങ്കടത്തോടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ധനശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും കല്യാണത്തിൻ്റെ സമയത്താണെങ്കിൽ ഈ നാട്ടിൽ ഒരു വീട്ടുകാർ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും ഓഡിറ്റോറിയത്തിൽ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഈ നാട്ടുകാർക്ക് മനസ്സിലാവും ആ വീട്ടുകാർക്ക് എത്രമാത്രം വിലയുണ്ടെന്നൊക്കെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് നമ്മളെ സുഭാഷിനെയൊക്കെ കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളെ ധനശേഖരൻ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടാ ഇപ്പം സമ്മതിക്കുകയാണെങ്കിൽ അയാളെ ചെവി കുറ്റി നോക്കി ഞാനൊന്ന് പൊട്ടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നത്, വേണ്ട, നീ ഒന്ന് അടങ്ങി, എന്തിനാണ് നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുഭാഷാണെങ്കിലും ഹരീഷാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളെ സുനിതയാണെങ്കിലും സുഭാഷിനെ നോക്കി ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുഭാഷാണെങ്കിലും നല്ല സങ്കടത്തോടെയൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പം അവർ പോകുന്നത് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മൾ സുനിതയെ അവിടെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധിയുടെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഏട്ടത്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ നിധി ചോദിക്കും, ആരാടാന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിന്നാണ് എഴുതി കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കും, അത് നമ്മൾ കണ്ട ഏട്ടത്തിയാണെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നിധി പറയാം, അല്ലാതെ പിന്നെ എനിക്ക് ആരാടാ ഏട്ടത്തി ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നിധി ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട്, നിധി നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ ഉണ്ട് ഏട്ടത്തി എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ, ഞാനിതെനിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നിധി പറയും, അപ്പോൾ ഏട്ടത്തി പറ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്ര പറയുന്ന ഈ ലൊക്കേഷൻ അയക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, അത് ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടാകും, ഇത് കുറച്ച് ഉള്ളിലോട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാന്ദ്ര പറയും, അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് അവിടെ വന്നിട്ടാണെങ്കിൽ എന്തായാലും നിന്നെയും നിൻ്റെ ആ കിളി വീടൊക്കെ ഒന്ന് കാണാമല്ലോ, അത് കണക്ക് തന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ, അവരെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ എന്നിട്ട് നമ്മൾ നിധിയാണെങ്കിൽ ഫോൺ വയ്ക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നികേഷ് ചോദിക്കും, എന്താ ഏട്ടത്തി എന്ന് വയ്ക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നിധി പറയുന്നുണ്ട്, ആ ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നിടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയും, അയ്യോ ഇവിടെ വീട് മൊത്തം വൃത്തിയേടായി കിടക്കുകയാണല്ലോ ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ എന്താ കൊടുക്കുക, നമുക്ക് ജ്യൂസ് കൊടുത്താലും നീ പോയി ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അതിന് നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ച് ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഇവിടെ മിക്സി ചീത്തയായി കിടക്കുകയാണല്ലോ ഏട്ടത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നിധി പറയും, അതും ശരിയാണല്ലോ. അപ്പോൾ നികേഷ് പറയും, എന്നാൽ ഞാൻ പോയി ജ്യൂസ് മേടിച്ചിട്ട് വരാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് നികേഷ് അല്ലെങ്കിൽ ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് പോയാലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, അല്ല നീ പോയിട്ട് വാ, ഞാനാണെങ്കിൽ ഇവിടെ വൃത്തിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ ജ്യൂസ് മേടിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ നിധി വീടൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം തിരിച്ച് നികേഷ് വരുന്ന സമയത്ത് നികേഷ് പറയും, സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നിധി പറയും, ആണോടെ സത്യമാണോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ പറയും, ഈ വീട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഏട്ടത്തി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നികേഷ് ആണെങ്കിൽ അപ്പുറത്തോട്ട് പോയിട്ടാണെങ്കിൽ കോൺഫറൻസ് കോൾ ഇട്ടിട്ടാണെങ്കിൽ എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട്, ഇവിടെ ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ വരണം, ഇവിടെ എനിക്ക് ജോലി ഉണ്ടെന്ന് പറയുന്ന സമയത്ത് സുഭാഷ് പറയുന്നത്, വേണ്ടടാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധിയാണെങ്കിൽ കുറേ പിന്നെ ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, ഞാൻ നികേഷിനെ വിട്ടിട്ടാണെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഇതൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അതല്ല ഇതൊക്കെ തീർക്കാൻ ഇവിടെ ഇവനുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അല്ല ഇവിടെ മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ വെച്ച് തിന്നിട്ട് ഇവിടെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണോ എന്നൊക്കെ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മൾ സാന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിധിയാണെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോയിട്ടാണെങ്കിൽ സാന്ദ്ര അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിറക്കെ നമ്മൾ സുധീഷും നമ്മൾ നികേഷും ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ സുഖമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സാന്ദ്ര ആണെങ്കിൽ താല്പര്യം ഇല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെ സാന്ദ്ര ആണെങ്കിൽ വീടൊക്കെ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഫുള്ള് ചുറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഇതെന്താ ഇവരെന്താ ഫുള്ള് വീടെന്താ സ്കാൻ ചെയ്യുകയാണ്. നമ്മൾ സാന്ദ്ര ആണെങ്കിൽ വീടിൻ്റെ അകത്തോടൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ ഒരു കസേരയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സാന്ദ്രയ്ക്കാണെങ്കിൽ ഒരു തൃപ്തിയൊന്നും ഇല്ലാതെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് അറിയാൻ വയ്യാത്ത വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സാന്ദ്ര ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ അങ്ങോട്ട് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്രയ്ക്കാണെങ്കിൽ അത് കുടിക്കാനൊന്നും അങ്ങനത്തെ ഒരു മനസ്സും കാര്യങ്ങളും തോന്നില്ല. അങ്ങനെ അതാണെങ്കിൽ അങ്ങ് തറയിൽ മേടിച്ച് വെക്കുകയൊക്കെ
ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതാണോ വീടെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതേന്നൊക്കെ പറയുന്നുണ്ട്. സാന്ദ്ര ആണെങ്കിൽ നിധിയടുത്ത് ചോദിക്കുന്നുണ്ട് വാഷ്റൂം എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് വായട്ടത്തി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ശ്രുതിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് ലാസ്റ്റ് ബാത്റൂമിൽ പോയെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നികേഷ് പറയുന്നുണ്ട് അത് അച്ഛനാണെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ കുളമായിട്ടായിരിക്കും കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സാന്ദ്രയെ കൊണ്ടാണെങ്കിലും നിധിയാണെങ്കിലും വാഷ്റൂമിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ സാന്ദ്ര ആണെങ്കിൽ അവിടെ ബാത്റൂമിൽ കയറുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ സ്മെല്ലാണെങ്കിൽ ഒട്ടും പിടിക്കാതെ സാന്ദ്ര ആണെങ്കിൽ മുഖമൊക്കെ പൊത്തിയിട്ടാണെങ്കിൽ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട് എന്ത് ഏട്ടത്തി അവിടെ ബാത്റൂം ആണെങ്കിൽ വൃത്തിയായി കിടക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം വൃത്തിയാക്കി തരാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധീഷ് എന്നിട്ട് പറയുന്നത് വേണ്ട ഞാൻ വൃത്തിയാക്കി തരാം നിങ്ങളങ്ങോട്ട് ഹാളിലേക്ക് ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ബാത്റൂം ക്ലീനൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ സുധീഷ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നികേഷ് ചോദിക്കുന്നുണ്ട് ബാത്റൂമിൽ കുളമായി കിടന്നതാണോ ഏട്ടാന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറഞ്ഞിട്ട് ഇല്ലടാ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരിച്ചിരി ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിലും നമ്മൾ നിധിയാണെങ്കിലും ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സാന്ദ്ര ആണെങ്കിൽ അത് മേടിച്ച് കുടിക്കുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മളെ നിധി പറയുന്നുണ്ട് ഏട്ടത്തി വാ നമുക്ക് റൂമിലോട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സാന്ദ്രയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. നമ്മളെ സാന്ദ്ര ആണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇത് നിൻ്റെ ഒറിജിനൽ വിവാഹമൊന്നും അല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാന്ദ്ര പറയുന്നുണ്ട് മോളടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് നിനക്ക് അങ്ങോട്ട് മാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സമയത്താണെങ്കിലും നമ്മൾ സുഭാഷ് ആണെങ്കിലും ജോലി കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷ് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് വേണ്ട ഏട്ടാ അവർ കഴിക്കുന്നൊന്നും തോന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട് അവർ കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണമല്ലോടാ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ സുഭാഷ് ആണെങ്കിൽ ആ സ്നാക്സ് ഒക്കെ കൊണ്ടാണെങ്കിൽ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി ആണെങ്കിൽ സുഭാഷിനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ സാന്ദ്രയ്ക്കാണെങ്കിൽ. അപ്പോഴത്തേക്ക് സുഭാഷ് ആണെങ്കിൽ കയ്യിരുന്ന ഒരു തുണി വെച്ചിട്ട് പ്ലേറ്റൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ആ സ്നാക്സൊക്കെ പാത്രത്തിൽ വെക്കുന്നത് കണ്ടാണെങ്കിൽ നമ്മൾ സാന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും ഞങ്ങൾ പുറത്തോട്ട് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷും നമ്മളെ നികേഷും ആണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധി പറയുന്നുണ്ട് ഏട്ടത്തി കഴിക്കേട്ടത്തി ഇത് അടുത്ത് കടയിൽ നിന്ന് വാങ്ങിയത് നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് നിധി നീ എന്നെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ നിന്നൊന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നില്ല. ഞാനാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പോലും എനിക്ക് തോന്നില്ല നിധി, ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സാന്ദ്ര അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട് പോവുകയാണോ എത്രയും പെട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹരീഷിൻ്റെ അടുത്ത് ചിക്കൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കറി വേവുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോകണം, ഞാനാണെങ്കിൽ വീട്ടിൽ ആരുടെ പറയാതെയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സാന്ദ്ര ആണെങ്കിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് സാന്ദ്ര പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ സുധീഷിൻ്റെ ബ്രദേഴ്സിന് അറിയത്തില്ലായിരിക്കും നിധി എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത്. വെച്ചാൽ സുധീഷിന് അറിയാമല്ലോ നിധിയാണെങ്കിൽ എത്ര റിച്ചായിട്ടാണ് നിധി ജീവിച്ചതെന്നുള്ള കാര്യം. അവൾ എന്തിനാണ് ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അവൾ സഹിച്ച് ഇവിടെ കിടക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു മണിക്കൂർ പോലും തികച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവളാണെങ്കിൽ 3 മാസം കൊണ്ട് അവളിവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവൾ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഏട്ടത്തി എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞത് തന്നെ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നീ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് മാറ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നിധിയായ ഒരു സങ്കടത്തോടെയൊക്കെ നോക്കി നിൽക്കുന്നത് നമ്മൾ സുഭാഷിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.